ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുപ്പ് കണ്ടിട്ട് ആരും ഞെട്ടിപ്പോണ്ട. മഴ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് വിറകെല്ലാം എവിടെയെങ്കിലും ഒന്ന് കയറ്റി വെക്കണമല്ലോ. ഇനി എവിടെയും സ്ഥലമില്ല. അതാ ഇപ്പോൾ അടുപ്പിൻ്റെ മുകളിലെല്ലാം കുറേ വിറക് കയറ്റി വെച്ചത്. കുറേ താഴെയും എല്ലാം അടുപ്പിൻ്റെ താഴെയെല്ലാം ഉണ്ട്. ഫുള്ള് കത്തിപ്പോന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് അടുക്കള വിശേഷം തന്നെയാണ്. കുക്കിങ്ങും അടുക്കള വിശേഷം അങ്ങനത്തെ ഒക്കെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഞാൻ എടുത്തത്. അപ്പോൾ ചോറ് ഞങ്ങൾ അടുപ്പിൽ തന്നെയാണ് വെക്കുക. ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല. ഗ്യാസിന് ഒടുക്കത്തെ പൈസയും ഗ്യാസിൻ്റെ ക്ഷാമവും. എപ്പോഴും അടുപ്പത്ത് തന്നെയാണ് ചോറ് വെക്കുക. അപ്പോൾ ഇന്ന് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ്. എനിക്ക് ചക്ക പഴുത്ത ചക്കയാണ് ഇഷ്ടം. പുഴുങ്ങുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം പഴുത്ത ചക്കയാണ്. പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു ചെമ്മീൻ കറിയും കൂടി വെക്കാം. അപ്പോൾ ചക്കയെല്ലാം വെട്ടി ഇതേപോലെ ആക്കി തന്നത് അമ്മയാണ്. എനിക്ക് ചക്ക വെട്ടാനൊന്നും അധികം അറിഞ്ഞൂടാ, ഞാൻ വെട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ മുകളിലത്തെ പച്ചമുടലെല്ലാം കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ആദ്യം ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുക മുകളിലത്തെ ഭാഗം. പിന്നെ ചമ്മണിയൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക, ചുളയും ചക്കക്കുരു ഇട്ടിട്ട് ചക്ക പുഴുങ്ങി ചെയ്യാം. നിങ്ങളെടുക്കുമോ ഇങ്ങനെ മുകളിൽ പച്ച കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുമോ? നമ്മൾ തലശ്ശേരി ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യുവേ. ഈ ചക്ക മുറിച്ചിടുന്നതിൽ പിന്നെ ഈ മുരിങ്ങയില കട്ട് ചെയ്തെടുക്കുന്നതെല്ലാം ഒരു ചൊറി പിടിച്ച പണിയാണ്. എനിക്കിഷ്ടമില്ലാത്ത പണികളിൽ രണ്ടാണ് ഈ മുരിങ്ങയില ഉള്ളിയിടുന്നതും ചക്ക കട്ട് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ നടുക്ക് എൻ്റെ മോള് വന്നിട്ട് ട്രൈപ്പോഡെല്ലാം ഇടക്കിടക്ക് പിടിച്ചു കേൾക്കുന്നുണ്ട്. ഞാൻ ട്രൈപ്പോഡിൻ്റെ ആംഗിള് പല വിധത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ട്രൈപ്പോഡ് എടുത്ത് വെച്ച കണ്ടാൽ ഓടി വരും. അവൾക്കറിയാം ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ടി വിയിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്താലും കാർട്ടൂണെല്ലാം അവളവിടെ ഇരിക്കില്ല. അവൾ ഈ ട്രൈപ്പോഡ് വന്നിട്ട് കുളിക്കാനാണ് ഓടി വരിക. ഒന്നാമത് ഈ ചക്ക കട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ അവളാണെങ്കിൽ നല്ല രീതിയിൽ എന്നെ ഇടങ്ങാറാക്കുന്നുണ്ട്. അപ്പോൾ ചക്കേൻ്റെ പുറത്തെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇനി ചക്കച്ചോള വേറെയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടി എൻ്റെ വായിലേക്കാണ് ചക്കച്ചോള മൊത്തം പോകുന്നതെന്നേ ഉള്ളൂ. മുറിച്ചെടുപ്പം പച്ചച്ചക്ക എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പുഴുങ്ങിയിട്ട് ഇഷ്ടമല്ല. ഇതേപോലെ പച്ചച്ചോള കഴിക്കാൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അധികം ആളെയും മിക്കവരും വായിലേക്ക് തന്നെയായിരിക്കുമല്ലേ ചുള പോവുക. ഈ ചക്കയാണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. ഞാൻ അമ്മേൻ്റോട് ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾക്ക് അവിടെ വെച്ചാൽ പോരേനോ, പഴുത്തിട്ട് കഴിച്ചാൽ പോരേനാന്ന്. പകുതി മുക്കാൽ എൻ്റെ വായിലേക്കാണ് ചുള പോയത്. അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ മുറിച്ചിടണ്ട, പിന്നെ പുഴുങ്ങാനൊന്നും ഉണ്ടാവില്ല, കുരു മാത്രമേ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ശരിയാവില്ല, എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഞാനിനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ചവക്കുന്നത് മാത്രമേ നിങ്ങൾ കാണൂ. അപ്പോൾ ചക്കയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ നിമ്മി പകുതിയായിപ്പോയോ എന്ന് ചോദിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിൽ കഴുകിയിട്ട് വരാമെന്നാണ്. ആ ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തോ ടി വിയിൽ സോങ്ങിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അപ്പോൾ കഴുകിയ ചക്കയിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ, ചക്കക്കുരു ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 4-5 വിസിൽ വരുത്തുക. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്, പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഇനി ചക്കയിലേക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങയിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ മോളടുത്ത് നിന്നിട്ടുണ്ട് തേങ്ങക്ക് വേണ്ടിയിട്ട്. പുതിയ ശീലമാണ് തേങ്ങ തിന്നാൽ. അത് ആദ്യമൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു തേങ്ങ. അപ്പോൾ ഇപ്പം തുടങ്ങിയ ശീലമാണ്. തേങ്ങക്ക് വേണ്ടിയിട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മോളെല്ലാം അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കുക്കർ തൊട്ടോ എന്തെങ്കിലും ചൂടുള്ള സാധനം തൊട്ട് പോവുമോ, അടുപ്പിൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാം പേടിയാണ് എനിക്ക്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും, മക്കളോടുള്ള സ്നേഹമുള്ള അമ്മമാർക്ക്. ഇപ്പോൾ 1.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ച്, രണ്ടാനച്ഛൻ്റെ ക്രൂരത, ആ പെണ്ണിനെ കൊണ്ട് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ അടിക്കുമ്പോൾ അവൾക്കൊന്നും തോന്നിയിട്ടില്ലേ ഭഗവാനെ? അപ്പോൾ അത്രയും സ്നേഹമൊന്നും ആ കുഞ്ഞിൻ്റെ കൂടെ അവൾക്ക് ഇല്ലായിരുന്നോ? 1.5 വയസ്സുള്ള കുഞ്ഞ് എന്തുമാത്രം വേദനയായിരിക്കും സഹിച്ചിട്ടുണ്ടാകുക. അത്
അത് പറയുമ്പം തന്നെ എനിക്ക് ആ പ്രായത്തിലുള്ള കുഞ്ഞെനിക്കുള്ളതുകൊണ്ട്, ആ പ്രായത്തിലുള്ള കുഞ്ഞില്ലെങ്കിലും ഒരു മനുഷ്യനായിട്ടുള്ള ആൾ ചെയ്യുമോ ഇങ്ങനെയൊക്കെ? ചെയ്യുന്നതിന് ഉദാഹരണമാണ്. വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താളിയ ഒരമ്മത്തൊട്ടിലെങ്ങാനും കൊണ്ടുപോയി ആക്കുക. ഇങ്ങനെ പറയുമ്പോൾ എന്തെല്ലോ വിഷമമാകുന്നു. അപ്പോൾ തേങ്ങയെല്ലാം ചിരവി എടുത്തിട്ടുണ്ട്. അതിനകടുക്ക് എൻ്റെ മോള് 2-3 പ്രാവശ്യം കൈയിട്ട് വാരിയിട്ടുണ്ട്. കുഞ്ഞല്ലേ, സാരമില്ല. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളി ആവശ്യമുണ്ട്. അതും കൂടി തോല് പൊളിച്ചെടുക്കുക. ഇനി ഈ തോല് പൊളിച്ച് വെച്ച 2-3 ചെറിയ ഉള്ളിയും ചുവന്നുള്ളി, അതും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വാർക്കുക. പലരും പല സ്റ്റൈലിലാണ് ചോറ് ഊറ്റുന്നതാണൽ. നമ്മളിങ്ങനെയാണ് ആക്കുക. കഞ്ഞിക്കലാണ് അധികം എടുക്കൽ. പിന്നെ അത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല. എളുപ്പപ്പണി ആയതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ ചോറ് ഊറ്റി വെക്കുന്നത്. അപ്പോൾ വിസിലെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം ചക്കേൻ്റെ എയറൊക്കെ നല്ലോണം പോക്കിയിട്ട് നമുക്ക് ഈ അരപ്പില്ലേ, അരച്ച് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം അത് ഇതിലേക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ തേങ്ങ ഞങ്ങൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ചക്ക ഫസ്റ്റ് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം അത് പേസ്റ്റാക്കിയതും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അരപ്പൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ചക്ക നല്ലോണം കുറുകി വന്നാൽ കടുകിലും കായ്മുളകിലും കറിവേപ്പിലയിലും ഒന്ന് താളിച്ചെടുക്കുക. കറിവേപ്പിലയെല്ലാം കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നല്ല ചക്ക, അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കപ്പുഴുക്കും കഞ്ഞിയാണ് അടിപൊളി കോമ്പിനേഷൻ. പക്ഷേ ഇന്ന് കഞ്ഞിയൊന്നുമല്ല. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ചെമ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കാശ്മീരി മുളക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ചേർക്കാറില്ല ഇവിടെ. അപ്പോൾ തേങ്ങയും കുറച്ച് മഞ്ഞളും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ചെമ്മീൻ്റെ തൂളി ഒന്ന് വേറെ കിട്ടാൻ വേണ്ടിയിട്ട്, വേറെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. പിന്നെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് എങ്ങനെ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ അതിൻ്റെ തൂളി വേറെ ആയിട്ട് കിട്ടും. മുകളിലത്തെ തൂളി വേറെ ആയിട്ട് കിട്ടും. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു തരുന്ന റെസിപ്പിയാണിത്. ഞാൻ അങ്ങനെ വെക്കാറില്ല ചെമ്മീൻ. അപ്പോൾ തൂളിയൊക്കെ ഇല്ല, പുറത്തെ കുറച്ച് തൂളിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തക്കാളി ഇട്ടിട്ടല്ല, പച്ചമാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് തക്കാളി വേറെ ഇടുന്നൊന്നുമില്ല. പച്ചമുളക്, ഇഞ്ചി, പച്ചമാങ്ങയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി കലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് തന്നെയാണ് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഈ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിയൊക്കെ നല്ലോണം കുറുകി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ, നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറിക്ക്. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറി, ചക്ക, ചെമ്മീൻ കറി. പിന്നെ അന്ന് ഞാനൊരു ദിവസം ഉപ്പിലിട്ട മാങ്ങ റെസിപ്പി കാണിച്ചിരുന്നു. അപ്പോൾ ആ ഉപ്പിലിട്ട മാങ്ങയുണ്ട്. പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ട്. മുട്ട ഓംലേറ്റിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങളെ ചോദിക്കരുത് നിമ്മ ഇതേത് ഭൂഖണ്ഡത്തിൻ്റെ ഷേപ്പാണെന്ന്. അപ്പം മാങ്ങ ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ പൊരിച്ച മീൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവ് ഇതിലെന്തായാലും ഉണ്ട്. എനിക്ക് പൊരിച്ച മീൻ ഇല്ലാണ്ട് ചോറ് അങ്ങോട്ട് താഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കറി വെച്ച മീനൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ എൻ്റെ പ്ലേറ്റ് എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.